ജന്മഭൂമി വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ഏകീകൃത പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് കുടിശ്ശികയായി ലഭിക്കുക 800 കോടി. ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. പുതിയ പദ്ധതി വഴി പെൻഷനിൽ 19% വർധന ലഭിക്കുമെന്നാണ് കണക്ക്. കേന്ദ്രത്തിന് 6250 കോടിയുടെ അധിക ചെലവ് വരുന്ന പദ്ധതി 23 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കാണ് നേട്ടമാകുന്നത്. കൂടാതെ ദേശീയ പെൻഷൻ സംവിധാനത്തിൽ NPS നിലവിലുള്ള 2025 മാർച്ച് 31 മുമ്പ് വിരമിക്കുന്ന ജീവനക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി തെരഞ്ഞെടുത്താൽ മുൻകാല പ്രാബല്യം ലഭിക്കുന്നതും ജീവനക്കാർക്ക് നേട്ടമാണ്. ഇതുവഴി ജീവനക്കാർക്ക് ലഭിക്കുന്ന കുടിശ്ശിക 800 കോടിയാണ്. വയനാട് പുനരധിവാസം പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ശ്രീ പത്മനാഭ ശില്പം സമ്മാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. വയനാട് പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂട്ടഹർജി. കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങളിലും കാലിടറി വീണ് മലയാള താര സംഘടന AMMA. ഇന്നലെ രാവിലെ AMMAയുടെ അധ്യക്ഷനടക്കം 17 പേരും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രശ്നത്തിൽ ധാർമ്മികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ ഏറ്റെടുക്കുന്നതായി പ്രസിഡന്റ് മോഹൻലാൽ പറഞ്ഞു. അതേസമയം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഇതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഡോക്ടറുടെ കൊലപാതകം. മമതയുടെ രാജി ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. ബംഗാളിൽ സംഘർഷം. കൊൽക്കത്ത. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ ബംഗാൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രതിഷേധക്കാരിൽ ചിലർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. അക്രമമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി ബംഗാൾ സർക്കാർ വിദ്യാർത്ഥികളുടെ റാലിക്ക് അനുമതി നിഷേധിച്ചിരുന്നു. പിന്നാലെ കനത്ത സുരക്ഷയുമൊരുക്കി 6000-ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിച്ചത്. റഷ്യ ഉക്രൈൻ സമാധാന ശ്രമം. US റഷ്യൻ പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തി മോദി. ന്യൂഡൽഹി. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായി US പ്രസിഡന്റ് ജോ ബൈഡനുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക നീക്കം. ഉക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി മോദി തിങ്കളാഴ്ച രാത്രിയാണ് US പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത്. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും മോദി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാഷ്ട്ര നേതാക്കളോടും ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമന്ത്രി മോദി നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരായി ഭാരതത്തെ അംഗീകരിക്കുന്നെന്ന ഉക്രൈന്റെ നിലപാടിനു പിന്നാലെയാണ് മോദിയുടെ നീക്കം. കട്ടപ്പന നഗരത്തിലെ ജപ്തി ഭൂമി പൊതു ശൗചാലയം പോലെ. ബാങ്കിന് നോട്ടീസ് നൽകി നഗരസഭ. കട്ടപ്പന. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി നഗരസഭ. വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാനും വ്യക്തമാക്കി. പാർട്ടി ശക്തമായാൽ വികസനം താനേ വരും. BJP. മൂന്നാർ. BJP ശക്തമായാൽ വികസനം താനേ വരുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല BJP അംഗത്വ വിതരണ കാമ്പയിനോട് അനുബന്ധിച്ച് ദേവികുളം മണ്ഡലത്തിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേസ്റ്റ് കളക്ഷനുമായി NSS വോളണ്ടിയേഴ്സ്. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തുടർച്ചയായി 2ാമത്തെ വർഷവും വേസ്റ്റ് കളക്ഷനുമായി രംഗത്തിറങ്ങി.
പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഈ വേസ്റ്റുകൾ കുട്ടികൾ ശേഖരിക്കുകയും അടിമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PM ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ശുചിത്വ മിഷന് കൈമാറുകയുമാണ് ചെയ്തത്. 2 ടൺ ഈ വേസ്റ്റുകളും ആണ് കുട്ടികൾ 1 മാസം കൊണ്ട് കളക്ട് ചെയ്തത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും കുട്ടികളുടെ വീടുകളിൽ നിന്നുമാണ് ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്തത്. ഈ വേസ്റ്റിലൂടെ കിട്ടുന്ന വരുമാനം പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാനാണ് കുട്ടികളുടെ തീരുമാനം. മരിയ സദനത്തെ നിലനിർത്തണമെന്ന് ജനകീയ സഭ. പാല മാനസിക രോഗികളുടെ പുനരധിവാസവും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പാല മരിയ സദനത്തിൽ അന്തേവാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് ഡയറക്ടർ സന്തോഷ് ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും യോഗം മരിയ സദനത്തിൽ നടന്നു. മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. ഓണത്തെ വരവേൽക്കാൻ കുമരകത്ത് ഇനി ചെണ്ടുമല്ലി വസന്തം. കുമരകം ഓണക്കാലത്തെ വരവേൽക്കാൻ കുമരകത്ത് ചെണ്ടുമല്ലി പൂവുകളുടെ വസന്തകാലം ഒരുങ്ങി. കുമരകത്തെ ഒട്ടുമിക്ക വാർഡുകളിലും വിളവെടുപ്പും കാത്ത് ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ്. കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഓണക്കാലത്തെ ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 50% സബ്സിഡി നിരക്കിൽ തൈകൾ വിതരണം ചെയ്താണ് ജൂലൈ ആദ്യവാരത്തോടെയാണ് കൃഷി ആരംഭിച്ചത്. നവോത്ഥാന ചരിത്രത്തിലെ അഗ്രഗാമി. ഇന്ന് അയ്യങ്കാളി ജയന്തി. മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ് ഇന്ന്. വിദേശ രാജ്യങ്ങളടക്കം ഭാരതത്തിന്റെ തലസ്ഥാന നഗരി മുതൽ കേരളക്കരയിൽ വ്യാപകമായും ഈ സുദിനം ആഘോഷിക്കപ്പെടുന്നു. മതമോ ജാതിയോ സംഘടനകളോ പാർട്ടികളെന്നോ നോക്കാതെ സകല ആളുകളും കൊണ്ടാടുന്ന ഒരു ദിനമായി മാറിയിരിക്കുന്നു അയ്യങ്കാളി ജയന്തി. വാർത്താ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സമീപകാലത്ത് വലിയ വിധം ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് ആ പുണ്യപുരുഷൻ നിറഞ്ഞു നിൽക്കുന്നു. ആഘോഷിക്കാം ഈ നേട്ടം. PM ജൻധൻ യോജനയ്ക്ക് 10 വയസ്സ്. അധികാരമോ സ്ഥാനമോ സ്വാധീനമോ ഭൗതിക സമ്പത്തോ ഏതുമാകട്ടെ, അതിൽ വിജയിച്ചാൽ നാം സന്തോഷിക്കാറുണ്ട്. എന്നാൽ ആ സന്തോഷം ഹ്രസ്വമായിരിക്കും. തുടർന്ന് മാനസികമായ പുനഃക്രമീകരണം സംഭവിക്കുന്നു. കൈവരിച്ചത് മാനദണ്ഡമായി നാം കണക്കാക്കുന്നു. അടുത്ത നേട്ടങ്ങൾക്കായുള്ള മനോഭാവം കൈവരുന്നു. പൊതുനയങ്ങളുടെ കാര്യത്തിലും സമാനമായ സമീപനമാണ് നാം സ്വീകരിക്കുന്നത്. ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നം ഇന്നത്തെ സർക്കാർ പരിഹരിക്കുമ്പോൾ ഈ മാനദണ്ഡം കൂടുതൽ ഉയരുന്നു. അത്തരത്തിലുള്ള ഒന്നാണ് 10ാം വാർഷികം ആഘോഷിക്കുന്ന PM ജൻധൻ യോജന, PMJDY. ശുഭദിനം. നന്ദി.